Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, ആരാ prayer പാടുന്നത്? പ്രേരണയാണ്. വിദ്യാനാമനരസ്യ രൂപമധികം പ്രച്ഛന്നഗുപ്തം ധനം വിദ്യാഭോഗരീന സുസഗരീ വിദ്യാ ഗുരുനാം ഗുരു വിദ്യാബന്ധുജനോ വിദേശഗമനെ വിദ്യാത്പരാ ദേവതാ വിദ്യാരാജ്യസു പൂജ്യതേന ഹി ധനം വിദ്യാവിഹീനാം പശു. താങ്ക് യു. കോഴ്സ് പറയാം. തനിച്ചിറങ്ങിയാൽ എല്ലാ ദൗത്യങ്ങളും പൂർത്തിയാകണമെന്നില്ല. പക്ഷെ തുനിഞ്ഞിറങ്ങിയാൽ പൂർത്തിയാകാത്ത ഒരു ദൗത്യവുമില്ല. ഒന്നും തേടി വരുന്നതല്ല, ചങ്കുറപ്പ് കൊണ്ട് നേടിയെടുക്കേണ്ടതാണ്. ലക്ഷ്യം ശക്തമാണെങ്കിൽ എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും മാർഗം തെളിയും. മുന്നോട്ടു പോകുവാനുള്ള ധൈര്യം മാത്രം ഉണ്ടായാൽ മതി. ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. അവിടെ നാം അസ്വസ്ഥരാകരുത്. അനുഭവങ്ങൾ നമ്മെ കൂടുതൽ കരുത്തുറ്റവരാക്കും. കുറ്റപ്പെടുത്തലുകൾ നമ്മെ പ്രാപ്തരാക്കും. എതിർപ്പുകൾ നമ്മെ ശക്തരാക്കും. അപവാദങ്ങൾ നമ്മെ ശ്രദ്ധാലുവാക്കും. കഷ്ടതകൾക്കിടയിൽ നിന്നും ഒന്നുമില്ലായ്മയിൽ നിന്നും പൊരുതി ജയിക്കുന്നവർ പകർന്നു നൽകുന്ന ഒരു പാഠമുണ്ട്. അത് നമുക്കും സാധിക്കും എന്നതാണ്. എല്ലാവർക്കും ഈ ഒരു കോഴ്സ് ഒരു പ്രചോദനമാവട്ടെ. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സാധിക്കട്ടെ. താങ്ക് യു മാം. Okay. Sign in. Ma'am, ഞാൻ സരിത. Good afternoon. Welcome ma'am and welcome my friends. ഞാൻ സൈനിങ്ങിൽ ഒരു ചെറിയ കഥയാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥ തന്നെയാണ്. ഒരു കാക്ക, ദാഹിച്ചു വലഞ്ഞു വരുന്ന ഒരു കാക്ക. ആ കാക്ക വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ എവിടെയും ഒരിറ്റ് വെള്ളം കാണുന്നില്ല. അങ്ങനെ കുറെ പറന്ന് വന്നപ്പോ ഒരു വീടിന്റെ തിണ്ണയില് ഒരു ചെറിയ ഒരു പാത്രത്തിൽ വെള്ളം ഇരിക്കുന്നുണ്ട്. പക്ഷെ കാക്ക അതില് നോക്കിയപ്പോ അതില് കാക്കയ്ക്ക് എത്തുന്നില്ല. അപ്പൊ വെള്ളം കുടിക്കാൻ നല്ല ദാഹം ഉണ്ടേനു. അപ്പൊ കാക്ക ഇങ്ങനെ ആകെ എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കുമ്പോ കാക്കയ്ക്ക് ഒരു ബുദ്ധി തോന്നി. കാക്ക ചെറിയ ചെറിയ കല്ലുകൾ കൊത്തിയിട്ട് അതിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട്, അങ്ങനെ ഒരുപാട് കല്ല് കൊത്തി കൊണ്ടുവന്ന് ഇട്ടപ്പോ ഈ കല്ലുകൾ ഇങ്ങനെ ചെന്നപ്പോ വെള്ളം പൊങ്ങി വന്നു. അപ്പൊ ആ വെള്ളം അങ്ങനെ ഒരു കൊക്കിനോട് അടുത്തേക്ക് എത്തിയപ്പോ അത് ആർത്തിയോടെ ആ വെള്ളം കുടിച്ച് അതിന്റെ ദാഹം മാറ്റി. അപ്പോ അങ്ങനെ തന്നെയാണ് മനുഷ്യന്മാരെ കാര്യം. എത്ര കിട്ടില്ല എന്ന് കരുതുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചാൽ അത് കിട്ടുക ചെയ്യും. താങ്ക് യു. നന്നായിരുന്നു അല്ലേ? ഓക്കെ. എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ? ഓക്കെ, നമ്മൾ എത്ര വരെയാണ് എടുത്തത് ചാപ്റ്റർ? ഫ്ലോറിംഗ് എടുത്തല്ലേ? ബ്ലാക്ക് ബോർഡ് പറഞ്ഞു. ഓക്കെ, ബ്ലാക്ക് ബോർഡ് വരെയാണ് നമ്മൾ എടുത്തത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് യൂസിങ് ദ ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയാൻ പറ്റും ആർക്കെങ്കിലും? എന്തൊക്കെയായിരിക്കാം ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്നതിന്റെ പ്രത്യേകതകൾ? നിങ്ങൾ ടീച്ചർ ആകാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് അല്ലെ? ഓക്കെ, അപ്പോൾ ടീച്ചർ ആകുമ്പോൾ ബ്ലാക്ക് ബോർഡ് നമ്മൾ എന്തായാലും യൂസ് ചെയ്യണം അല്ലെ? കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എന്താണ് ദിവസവും നമ്മൾ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന്റെ പ്രത്യേകത, അത് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പറയാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്കി. പറഞ്ഞു നോക്കാം. സ്റ്റാർട്ട് ചെയ്തോ. അത് ഒരു ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് എതിരെ ബാക്ക് കാണിക്കുന്ന വിധം ആദ്യം നിൽക്കരുത്. ഒരു സൈഡിൽ നിന്നിട്ട് വേണം നമ്മൾ കുട്ടികൾക്ക് എഴുതാനുള്ളത് ബോർഡിൽ നിന്ന നിൽപ്പിൽ എഴുതിയാൽ മതി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളങ്ങനെ അങ്ങോട്ടും
അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കുക. നമ്മൾ ഒരു സൈഡിൽ നിന്നിട്ട് ബോർഡിൽ എഴുതാൻ നോക്കുക. പിന്നെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ അടുത്ത ഇതെന്താണെങ്കിൽ അത് എഴുതുക, കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട്. പിന്നെ ബാക്കിൽ നിന്ന് ഇപ്പൊ നമ്മള് ഇതിൽ വായിച്ചപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, ബാക്കിൽ നിന്ന് വെയിൽ വരുന്ന നമ്മള് ബോർഡ് വെക്കാതെ അവിടേക്കാണ് ചിലപ്പോ വന്നിട്ടാണോ എന്നറിയില്ല, ഒരു ഇത് വരും, ബുദ്ധിമുട്ട് വരും. ഇപ്പൊ ഓപ്പോസിറ്റിൽ വരാൻ പാടില്ല, ബാക്കിൽ നിന്ന് വരാൻ പാടില്ല. അപ്പൊ അത് ഏകദേശം നമ്മള് ക്ലാസ് റൂമിന്റെ ഒരു സെന്ററിലൊക്കെ ആയിട്ട് വെക്കുന്ന തരത്തിൽ വേണം ബോർഡ് സൈഡിൽ നിന്ന് വരണം. എന്നിട്ട് രണ്ട് സൈഡും വരാതെ ഇങ്ങനെ നടുവിൽ അങ്ങനെ ആയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു കംഫർട്ട് കിട്ടും. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. ഓക്കെ, വേറെ ആർക്ക് പറയാൻ പറ്റും? കുറച്ചൊക്കെ ഏകദേശം ശരിയായിട്ടുണ്ട് നമ്മള് പറഞ്ഞത്. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ശരിതാ. അതായത് ക്ലാസ്സില് നമ്മുടെ സെന്റർ ഭാഗത്തായിട്ട് ബോർഡ് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ക്ലാസ്സിൽ ബോർഡിന്റെ നമ്മുടെ ക്ലാസ്സിൽ സ്ട്രെങ്ത്, പിന്നെ എത്ര ബോയ്സ് എത്ര ഗേൾസ് എത്ര, സബ്ജക്റ്റ്, ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ ആദ്യം വന്നാൽ ഒരു ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ എഴുതിയിടണം. പിന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ലെറ്ററിന് അനുസരിച്ചുള്ള പിന്നെ വേർഡ് പറയുമ്പോൾ അതിന്റെ പിക്ചർ കഴിയുമെങ്കിൽ വരച്ചു കൊടുക്കാം. അങ്ങനെ എഴുതി പഠിപ്പിക്കുന്നതായിരിക്കും അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുക. അത്രേ ഉള്ളൂ എനിക്കറിയാം. ഓക്കെ, വേറെ ആർക്കും പറയാൻ പറ്റും? വേറെ ആരെങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം പറഞ്ഞാൽ മതി. ആരുമില്ല പറയാൻ? മാം ഇതിൽ ഏതാ പറയണ്ട? ഞാനിപ്പോ കയറിയതാണ്. ഓക്കെ, യൂസിങ് ബ്ലാക്ക് ബോർഡ്. നമ്മള് ടീച്ചർമാരാവാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് അല്ലെ? അപ്പോ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം. ഈ ബുക്കിലുള്ളതല്ലേ പറയണ്ടേ? ബുക്കിലുള്ളത് വേണമെന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ മാം, ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ കുട്ടികൾക്ക് അതായത് കുട്ടികൾക്ക് കവർ ചെയ്യാതെ നിൽക്കുക, 90 ഡിഗ്രിയിൽ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ നോക്കുക. നേരെ നിന്ന് തന്നെ എഴുതുക. ചില സാറുമാർ കാണാം അവർ കിടന്ന് ചെരിഞ്ഞിട്ടൊക്കെയാണ് എഴുതുക. ആ ഒരു പൊസിഷനിൽ എഴുതാതെ അത് കാരണം നമ്മളൊരു റോൾ മോഡലാണ് കുട്ടികൾക്ക്. കുട്ടികൾ കാരണം പിന്നീട് നമ്മളെ ഫോളോ ചെയ്യും. നമ്മളെപ്പോലെ ഒരു ടീച്ചർ ആവാനായിരിക്കും അവരിയ്ക്കുക. അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം. നേരെ നിന്ന് തന്നെ എഴുതുക. പിന്നെ മൂവ് ആയിക്കൊണ്ടിരിക്കരുത്. ഇങ്ങനെ എഴുതുമ്പോൾ ഫുൾ ഷിവറായി അങ്ങനെ എഴുതരുത്. സ്റ്റഡി ആയിട്ട് നിൽക്കണം. പിന്നെ പണ്ടൊക്കെ പറയും ടീച്ചേഴ്സ് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണം എന്നൊക്കെ ഉള്ള കാര്യം പറയും. അതിനോട് അത്ര ഞാൻ യോജിക്കുന്നില്ലെങ്കിലും ഏറെക്കുറെ യോജിക്കുന്നു. അപ്പൊ നല്ല രീതിയിൽ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തിട്ട് നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്തുള്ളതാണെങ്കിൽ ഇതിലുള്ളത് പറയണോ? ലെഗ്സ്, അതായത് മൂവ് ആവരുത്, ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുക. ഹിപ്പ് മാത്രമേ മൂവ് ആവാൻ പാടുള്ളൂ അല്ലേ? ബാക്കിയുള്ള ഫുൾ ബോഡി മൂവ് ആവാൻ പാടില്ല. അടുത്ത സൈഡിലേക്ക് ഡയറക്ഷനിലേക്ക്, അതായത് ഈ സൈഡിൽ ലെഫ്റ്റിൽ എഴുതിയിട്ട് റൈറ്റിലേക്ക് പോകുമ്പോൾ വലിയ മൂവ്മെന്റ് ഇല്ലാതെ സ്ലോ ആയിട്ട് അപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കുക. പിന്നെ കവർ ബോഡി കംപ്ലീറ്റ് ചെയ്യുക. അത് തന്നെയാണ് നമ്മൾ ബോഡി ഫുള്ളായിട്ട് കവർ ചെയ്യുക. പിന്നെ ടീച്ചർ ഷുഡ് നോട്ട് ഷോ ദി ബാക്ക് ടു സ്റ്റുഡൻസ്. അത് കുട്ടികളെ ടീച്ചർ പിന്നാമ്പുറം കാണിക്കരുത് എന്നാണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അത് തന്നെയാണ്, ബാക്ക് കാണിക്കാതിരിക്കുക. അതെ. പിന്നെ ഷീ ഷുഡ് ഓൾവേസ് റൈറ്റ് കോളം. അതായത് നമ്മള് പുതിയ ബ്ലാക്ക് ബോർഡുകളിൽ ഒരു സൈഡിൽ കോളായിട്ടായിരിക്കും, അതായത് മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് കോളായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ കോളത്തിൽ എഴുതുമ്പം ശ്രദ്ധിക്കണം, നമ്മുടെ കൈ വെക്കുന്ന ആ വിട്ട് കറക്റ്റ് ആയിരിക്കണം. അത് അങ്ങനെയാന്ന് തോന്നുന്നു. അതായത് ആ കോളത്തിന് നമ്മുടെ കൈയുടെ വിട്ടുമായിട്ട് കണക്ഷൻ ഉണ്ടാകും. അപ്പൊ കോളത്തിൽ എഴുതുമ്പോൾ ആ കൈ വെക്കുന്ന കോളം വിട്ട് should be less than the reachable point of the writing hand. നമ്മൾ എഴുതുന്ന കൈയുടെ വിട്ട് ആ കോളത്തിന്, അതായത് കോളം വിട്ടിട്ട് പുറത്തേക്ക് പോവരുത്, കോളത്തിനുള്ളിൽ തന്നെ വെച്ച് എഴുതുക. അതാന്ന് തോന്നുന്നു.
പിന്നെ മാം പിള്ളേർ എഴുതി കഴിഞ്ഞൊന്ന് ശ്രദ്ധിക്കണം. അതായത് കുട്ടികൾ എഴുതി കഴിഞ്ഞതിന് മുമ്പ് തൂക്കല്ലേ. ചില ടീച്ചേഴ്സ് ഉണ്ട് പെട്ടെന്ന് സ്പീഡിൽ എഴുതി സ്പീഡിൽ തൂത്ത് പോകും. എനിക്ക് ആ ഞാനിവിടെ അതുപോലെ തന്നെ ഈ നമുക്ക് ചില പിള്ളേർക്ക് ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും ഒക്കെ ഉണ്ടല്ലോ. അപ്പം എന്നാ അതായത് എല്ലാവർക്കും എഴുതാൻ ചില ടീച്ചേഴ്സ് സമയം കൊടുക്കത്തില്ല. ചില പിള്ളേർ എഴുത്തിൽ സ്ലോ ആയിരിക്കും. അപ്പൊ മിക്കവാറും അവരുടെ നോട്ട് ഇൻകംപ്ലീറ്റ് ആകും. പല പിള്ളേരുടെ കയ്യിൽ നിന്ന് പേരൻസ് വീട്ടിൽ വന്ന് കിടന്ന് അതിനുവേണ്ടി കുറേ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. ഓരോരുത്തരുടെയും പേരൻസിനോട് വിളിച്ചു ചോദിച്ചു ആ നോട്ടൊന്ന് ഇട്ട് തരാമോ എന്ന് ചോദിച്ച് അത് ഒരു സ്ഥിരമായിട്ടുള്ള പിള്ളേരുടെയൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പം അത് ടീച്ചേഴ്സ് വേണം ഒരു ഇച്ചിരി സാവകാശവും സമാധാനവും കൊടുക്കാൻ കുഞ്ഞുങ്ങൾക്ക്. പിന്നെ കാഴ്ചക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള പിള്ളേര് ഇപ്പൊ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. എനിക്കുണ്ട് അവൻ 5ൽ പഠിക്കുന്നവനാ. അവന് മിക്ക ദിവസവും നോട്ടൊരു മുഴുവൻ പൊട്ട എഴുതിക്കൊണ്ട് വരുന്നത്. എന്ന് പറഞ്ഞാല് അവന് എഴുതിക്കൊണ്ട് വരുമ്പോ അവന് സൈറ്റിന് വ്യത്യാസമുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് ഒന്ന് ഫ്രണ്ടിൽ പോയി ഇരുന്നോട്ടെ എന്ന് ചോദിച്ചാൽ ചില ടീച്ചേഴ്സ് ഉണ്ട് ഭയങ്കര കടുംപിടുത്തമാണ്. അപ്പൊ പിള്ളേരോട് ഇച്ചിരി ക്ഷമ കാണിച്ച് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കാഴ്ചക്ക് കുറവോ വല്ലതും ഉണ്ടെങ്കിൽ അതുങ്ങളെ ഒന്ന് ഫ്രണ്ടിലൊന്ന് ഇരുത്തി ഒരു സാവകാശം ഓരോ ടീച്ചേഴ്സും അതിനൊരു സാവകാശം ഒരു സമാധാനം കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് ആ നോട്ട് കംപ്ലീറ്റ് എഴുതുവാൻ ചെയ്യാം. പിന്നെ വീട്ടിലുള്ള പേരൻസിന് അതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഇതൊക്കെ നമ്മൾ ടീച്ചേഴ്സ് വേണം കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. ചില ശരിയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്ന പോയിന്റ്സ് എന്താണെന്ന് പറഞ്ഞാല് നിങ്ങൾ ഭൂരിഭാഗം പറഞ്ഞു കഴിഞ്ഞു. അവിടെ 90 ഡിഗ്രി എന്നാണ് കേട്ടോ, 90 ആക്കണം കേട്ടോ. അവിടെ 900 ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഒരു 0 വെട്ടിക്കളയാം. അപ്പോ നമ്മൾ ടീച്ചർമാര് ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് 90 ഡിഗ്രി ഇങ്ങനെ ചരിഞ്ഞിട്ട് വേണം എഴുതാനായിട്ട്. ഒന്ന് നമുക്ക് നോക്കാം എന്താണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ എന്താണ് നിന്ന് കാണിച്ചു തരാം കേട്ടോ. 1 മിനിറ്റ്. കാണുന്നുണ്ടോ? നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇങ്ങനെ എഴുതാം. അപ്പൊ കുട്ടികളെ നമുക്ക് ശ്രദ്ധിക്കാനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് എഴുതാനും പറ്റും. ക്ലിയർ ആയോ? അതായത് ഇങ്ങനെ നമ്മൾ എഴുതരുത്. ഇങ്ങനെ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് 90 ഡിഗ്രി പോലെയാണ് എഴുതേണ്ടത്. 90 ഡിഗ്രി ചേർന്നിട്ട് ബ്ലാക്ക് ബോർഡ് കാണാൻ പറ്റും, അതുപോലെ തന്നെ കുട്ടികളെ നമുക്ക് ശ്രദ്ധിക്കാനും പറ്റും. ഓക്കെ, മാഡത്തിന്റെ മുടി നല്ല രസമുണ്ട്. മുടിയൊക്കെ പോയി, മുടിയൊക്കെ കുറെ ഉണ്ടായിരുന്നത്, ഇപ്പൊ അതൊക്കെ പോയി. ഓക്കെ, അപ്പൊ അപ്പൊ 90 ഡിഗ്രി നമ്മൾ ചരിഞ്ഞാണ് ഇത് എഴുതുന്നത്. കുട്ടികളെ ശ്രദ്ധിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡ് നമുക്ക് കാണാനും പറ്റും. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഇങ്ങനെ മൂവ്മെന്റ് പറഞ്ഞില്ലേ, മൃദുലൊക്കെ പറഞ്ഞില്ലേ, മൂവ് ആയിട്ട് അങ്ങനെ നമ്മൾ എഴുതാനായിട്ട് പാടില്ല. പിന്നെ എന്താണ് ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ട് അല്ലെ, കവർ ദ ബോഡി കംപ്ലീറ്റ്ലി ബൈ റൈറ്റിംഗ് ദ ബ്ലാക്ക് ബോർഡ്. ഇനി എന്താണ് പിന്നെ പറഞ്ഞത്, നമ്മള് ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുമ്പോ നമ്മള് ഇപ്പോ ലെറ്റേഴ്സ് ഒക്കെ എഴുതില്ലേ നമ്മള്. ഇപ്പൊ ഫസ്റ്റ് ലെറ്റർ എന്തെന്ന് എഴുതണം? ഫസ്റ്റ് ആയിട്ട് നമ്മളിപ്പോ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം അല്ലെ. ക്യാപിറ്റൽ ലെറ്റർ വലിയ അക്ഷരം എഴുതാം, പിന്നീടാണ് ചെറിയ അക്ഷരം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ കോളം വൈസ് ഒക്കെ ഇപ്പൊ എന്താ പാർട്സ് ഓഫ് പ്ലാന്റ്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ചിത്രമൊക്കെ ജസ്റ്റ് വരയ്ക്കുക. അതുപോലെ തന്നെ ഓരോ കോളത്തിലും നമ്മൾ ഓരോ ചോക്ക് വൈസ് ഓരോ കളർ, ഇപ്പോ റെഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്രീൻ ആണെങ്കിൽ പിന്നീടുള്ള കോളത്തിൽ നമ്മൾ എന്താണ് യെല്ലോ, അങ്ങനെ പല പല കളറിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടും അത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ടും പറ്റും. ഓക്കെ, അങ്ങനെയുള്ള പല രീതിയിൽ നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ എഴുതുമ്പോൾ ഇത്തിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് കേട്ടോ. അതാണ് പറയുന്നത്, ഷീ ഷുഡ് ഓൾവേസ് റൈറ്റ് ദ കോളം ആഫ്റ്റർ കോളം. The width of the column should be less than the reachable point of the writing hands. നമ്മള് കട്ട കുത്തി നമ്മൾ എഴുതാറില്ലേ ബോർഡിൽ, അങ്ങനെ ഒന്നും എഴുതാൻ പാടില്ല. അപ്പൊ അവർക്ക് എന്താണ് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും, വായിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരു ഇത്തിരി ഡിസ്റ്റൻസിൽ ഇത് കീപ്പ് ചെയ്ത് പല കളേഴ്സിലൊക്കെ ഇപ്പോ പല പറഞ്ഞില്ലേ പാർട്സ് ഓഫ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഓരോ കളേഴ്സിൽ ഓരോ ചോക്കില് കളർ ചോക്കിലൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ നല്ല സ്പേസ് ഒക്കെ ഇട്ടിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് വായിക്കാനായിട്ടും പഠിക്കാനായിട്ടും എഴുതിയെടുക്കാനായിട്ടും സിമ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എഴുതി ഇപ്പൊ ഫുള്ളായിട്ട് നമ്മൾ ബോർഡ് കവർ ചെയ്യണം, ബോർഡ്. അപ്പോ അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അരികത്ത് അല്ലെങ്കിൽ മറ്റരികത്ത് കൊണ്ട് എഴുതാൻ പാടില്ല.
കറക്റ്റ് ആയിട്ട് സ്ഥലം സ്പേസ് ഒക്കെ വിട്ട് ഫുള്ളായിട്ട് നമ്മൾ ബോർഡ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എഴുതി കഴിഞ്ഞോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും ഇനി എഴുതാനുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റബ് ചെയ്യാൻ പാടുള്ളൂ. റബ് ദ ബോർഡ് ഓൾവേസ് ആഫ്റ്റർ യൂസ്. ഓക്കെ, കഴിഞ്ഞോ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബോർഡ് വാങ്ങിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വായിച്ചു നോക്കിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ നെക്സ്റ്റ് എന്താണ്, ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ്. അതൊന്ന് വായിച്ചു നോക്കിയേ. എങ്ങനെയാണ് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് കൊടുക്കേണ്ടതെന്നാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ പാരഗ്രാഫ്. മനസ്സിലായോ? വായിച്ചോ? ആർക്ക് പറയാൻ പറ്റും? ഞാൻ പറയാം മാം. If it is the normal light, it should not be from the backside of the board or particularly from the opposite of the board. സാധാരണ ലൈറ്റ് ആണെങ്കിൽ ബോർഡിൻ്റെ ബാക്കിൽ നിന്നോ അല്ലെങ്കിൽ ബോർഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നോ ആവരുത്. സൈഡ് ലൈറ്റിംഗ് ആണെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ ഇടതുവശത്ത് നിന്ന് ടു നോട്ട് ഫ്രം ബോത്ത് സൈഡ്. പിന്നെ എന്താ, അത് കണ്ണിലടിക്കാൻ വെളിച്ചം അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെളിച്ചം നമ്മുടെ കുട്ടികളുടെ കണ്ണിലടിക്കാൻ സാധ്യതയുണ്ടെന്ന്. പിന്നെ ഇലക്ട്രിക്കൽ ലൈറ്റ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ ലൈറ്റിനെ അപേക്ഷിച്ച് ട്യൂബ് ലൈറ്റ് ആണ് നല്ലത്. പിന്നെ അവ പ്രകാശം പരത്തുന്നതാണ്. അതുപോലെ തന്നെ ഫോക്കസ് ലൈറ്റ് ആണെങ്കിൽ വെളിച്ചം കണ്ണിലേക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ദ ബോർഡ് ഷുഡ് നോട്ട് ബി കെപ്റ്റ് ഓൺ ദ ഫ്ലോർ. ബോർഡ് ഫ്ലോറിൽ വെക്കരുതെന്ന്. എന്താ വെക്കരുതെന്ന് പറയാൻ കാര്യം, even if it is LKG backbench students cannot see the lower part of LKG students ആണെങ്കിൽ പോലും പിന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബോർഡിന്റെ താഴെയുള്ള ഭാഗങ്ങൾ കാണാൻ കഴിയണം. if it is kept on the floor. അതുകൊണ്ട് അങ്ങനെയാണോ? മനസ്സിലായോ? ആർക്ക് പറയാൻ പറ്റും? ഇനി വേറെ ആരെങ്കിലും? ഞാൻ പറയാം. ഇത് ഇപ്പോ ലൈറ്റ് ഉള്ള ക്ലാസ് ഞാനൊന്നും കണ്ടിട്ടില്ല. ഞാൻ ലൈറ്റ് ഇല്ലാത്ത ക്ലാസ്സിലാണ് പഠിച്ചത്. ഇപ്പോ ലൈറ്റ് ഉള്ള ക്ലാസ്സുകളാണ് കൂടുതൽ. അപ്പോ എന്താന്ന് വെച്ചാൽ ബോർഡിന്റെ ബാക്ക് സൈഡിൽ ലൈറ്റ് ഒരിക്കലും വരുന്ന രീതിയിൽ ബോർഡ് വെക്കാതിരിക്കുക. അതായത് ഓപ്പോസിറ്റ് ആയിട്ട് വെക്കരുത്. കാരണം കുട്ടികൾക്ക് അതിന് ലൈറ്റ് കിട്ടില്ല. സൈഡ് ലൈറ്റിംഗ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത്. പ്രിഫറബിൾ ആയിട്ടുള്ള ലൈറ്റ് സൈഡിലായിരിക്കണം. പിന്നെന്താന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നിന്നും ലൈറ്റ് വരാൻ പാടില്ല. രണ്ട് സൈഡിൽ ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ സെന്റർ പോർഷനില എന്താ പറയാ, വികരണം എന്നൊക്കെ പറയാം, അതൊക്കെ നടന്നിട്ട് കുട്ടികൾക്ക് ഗ്ലെയർ കണ്ണിലേക്ക് അടിക്കും. അതുകൊണ്ട് രണ്ട് സൈഡിൽ ലൈറ്റ് വെക്കരുത്. പിന്നെ ഇലക്ട്രിക്കൽ ലൈറ്റ് ആണ് വെക്കുന്നതെങ്കിൽ അത് ട്യൂബ് ലൈറ്റ് ആവാനാണ്. കാരണം ഫുൾ ഏരിയയിൽ ഒരേ രീതിയിൽ ലൈറ്റ് വരുന്നത്
ട്യൂബ് ലൈറ്റ് ആണ്. ഇനി ഫോക്കസ് ലൈറ്റ്, അതായത് ഒരു ഏരിയയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോർഡിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ലൈറ്റുകൾ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതാണ് ഫോക്കസ് ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫ്ലോറിൽ, അതായത് ദ ബോർഡ് ഷുഡ് നോട്ട് ബി കെപ്റ്റ് ഓൺ ദി ഫ്ലോർ. ഫ്ലോറിൽ ബോർഡ് വെക്കാൻ പാടില്ല. LKG കുട്ടികളാണെങ്കിൽ അങ്ങനെ വെക്കുകയാണെങ്കിൽ ബാക്ക് ബെഞ്ചിലുള്ള കുട്ടികൾക്ക് ലോവർ ബോർഡിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗം കാണാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു കാര്യം കൂട്ടിച്ചേർത്തോട്ടെ. നമ്മളിപ്പോ ബ്ലാക്ക് ബോർഡിനെ പറ്റിയല്ലേ മാം പറയണേ, പക്ഷെ ഇപ്പൊ എല്ലായിടത്തും വൈറ്റ് ബോർഡ്സ് വന്നു തുടങ്ങി. ഈവൻ ഗവൺമെന്റ് സ്കൂൾസിൽ പോലും ബ്ലാക്ക് ബോർഡിന് പകരം വൈറ്റ് ബോർഡാണ് വരണേ. അപ്പൊ എനിക്ക് തോന്നുന്നു ടീച്ചിങ്ങിന്റെ കാര്യത്തിൽ രണ്ടിനും നല്ല വ്യത്യാസം ഉണ്ടായിരിക്കാം. കാരണം നമ്മൾ കളർ പഠിക്കുമ്പോൾ ചെറുപ്പത്തിലെ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്, ബ്ലാക്ക് എല്ലാത്തിനെയും അബ്സോർബ് ചെയ്യും, വൈറ്റ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യണതാണ്. അപ്പൊ ചിലപ്പോ ബ്ലാക്ക് ബോർഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ലൈറ്റിംഗ് ആയിരിക്കണം മേ ബി വൈറ്റ് ബോർഡ് വരുമ്പോ ഉണ്ടാവുക. നല്ലൊരു കാര്യമാണല്ലേ. ഓക്കെ, അപ്പൊ അതിൽ പറയുന്നത് എന്താണ്, ലൈറ്റിങ്ങിന്റെ കാര്യമാണ് അല്ലെ. ജസ്റ്റ് സ്പോട്ട് ലൈറ്റ് ആണെങ്കിൽ ആ വശത്ത് മാത്രമായിരിക്കാം ലൈറ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റ് ആണ് എപ്പോഴും ക്ലാസ് റൂമിൽ പ്രിഫറബിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് അതിന്റെ ഒരു ചുരുക്ക രൂപത്തിൽ പറയുന്നത് കേട്ടോ. സ്പോട്ട് ലൈറ്റ് ആകുമ്പോൾ ആ വശത്ത് മാത്രമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോ ലക്ഷ്മി പറഞ്ഞ വൈറ്റ് ബോർഡ്സ് ഒക്കെയാണ്, അത് ജസ്റ്റ് ഒന്ന് എന്താ ഗ്ലൈസിംഗ് ഉള്ള പോലെ ഒരു തിളങ്ങി നിൽക്കുന്ന ഒരു ബോർഡാണ് അല്ലെ. അതുകൊണ്ട് തന്നെ സ്പോട്ട് ലൈറ്റിങ്ങിന് അടിക്കുമ്പോൾ എന്താണ്, കുട്ടികൾക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കാം, അങ്ങനെ കാണാൻ പറ്റാതിരിക്കുക, അങ്ങനെ ഒരു ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ട്യൂബ് ലൈറ്റുകൾ, സൈഡ് ലൈറ്റ് ഒക്കെ നമ്മൾ സൈഡിലൊക്കെ വെക്കുമ്പോൾ ട്യൂബ് ലൈറ്റ് ആണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ക്ലാസ് റൂമിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ട്യൂബ് ലൈറ്റ് ആണെന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഫ്ലോറിൽ ബ്ലാക്ക് ബോർഡ്സ് ഫ്ലോറിന്റെ അടിയിലായിട്ട് വെക്കാൻ പാടില്ല. കാരണം എന്താണ്, ഏറ്റവും താഴ്ത്തി വെക്കാൻ പാടില്ല. കുഞ്ഞു കുട്ടികളാണല്ലേ, LKG നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ. അപ്പൊ എന്താണ്, ബാക്ക് ബെഞ്ചേഴ്സ് ഒക്കെ കുഞ്ഞുങ്ങളായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ മുമ്പിലുള്ള കുട്ടികളുടെ തലയൊക്കെ കൊണ്ട് ചിലപ്പോൾ കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതിലൊക്കെ ഇത്തിരി കയറ്റി വെക്കണം. അപ്പൊ അതിന്റെ അടിയിലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കാം. ഓക്കെ, കുഞ്ഞു കുട്ടികൾക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് സീറ്റ് അറേഞ്ച്മെന്റ്സ്. സീറ്റ് അറേഞ്ച്മെന്റ്സ് വായിച്ചേക്ക്. സീറ്റ് അറേഞ്ച്മെന്റ്സ് വായിച്ചോക്കാം കേട്ടോ.
പഠിച്ചു നോക്കിയോ? എന്തെങ്കിലും പിടികിട്ടിയോ? ആരാ പറയാ? ഞാൻ പറയാം സബീന. സബീന. മോണ്ടിസോറി മെത്തേഡില് കുട്ടികളെ തറയിലിരുത്തുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ അത് കാരണം അവരുടെ പോസ്റ്റർ, അവരുടെ ബോഡി ഇഷ്ടമുള്ളിടത്തോട്ട് അവർക്ക് തിരിക്കാനോ അറിയാനും ഒക്കെ പറ്റും. പിന്നെ നഴ്സറി മെത്തേഡ് കാർപ്പറ്റ്സ് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. അത് കുട്ടികൾ തന്നെ വിരിക്കുകയും മടക്കി വെക്കുകയും ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് ഇച്ചിരി കൂടെ മുന്നോട്ട് വരുമ്പം പ്ലാറ്റ്ഫോം ബെഞ്ചസ് ഉപയോഗിക്കുക. പിന്നെ അതിൽ പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ പകുതി ബെഞ്ച് എഴുതാനും പകുതി ഇരുന്നോണ്ട് ബെഞ്ചിൽ തന്നെ വെച്ച് എഴുതാൻ ശ്രമിക്കുക എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ട് വരുന്തോറും ഹയർ ക്ലാസ്സിൽ ഫുൾ ബെഞ്ചസ് ആൻഡ് ഡെസ്ക്, നീളമുള്ള ബെഞ്ചും ഡെസ്കും. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ ചെയേഴ്സ്, അതായത് ഓരോരുത്തർക്കും ഓരോ ചെയേഴ്സും കളക്റ്റീവ് ലോങ് ബെഞ്ചും കൊടുക്കാൻ. അതായത് എല്ലാവർക്കും ഒരു ബെഞ്ചും ഓരോ സെപ്പറേറ്റ് കസേരയും കൊടുത്താൽ അവരുടെ പരസ്പരം തമ്മിലുള്ള ഒരു കോപ്പറേഷൻ നിലനിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ടേബിള് സ്ക്വയർ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ ഒക്കെ ആണെങ്കിൽ ക്ലാസ് ടീച്ചറിന് അത് യു ഷേപ്പിലും ജി ഷേപ്പിലും ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും. പിന്നെന്തോ പറഞ്ഞിട്ടുണ്ട്. എത്ര വരെ പറഞ്ഞില്ലേ? നന്നായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ആർക്ക് പറയാൻ പറ്റും? ഇവിടെ യു ഷേപ്പ് യു ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ടീച്ചർ ഒരു കസേരയിൽ ഇരിക്കും, ബാക്കി എന്താണ് കുട്ടികൾ ഇങ്ങനെ ഇരുത്താം ടീച്ചർ രണ്ട് സൈഡിലും. എന്താണ് യു ഷേപ്പ്? ഇപ്പൊ പുതിയ സിസ്റ്റം അല്ലേ മാം തമിഴ്നാടൊക്കെ ഇപ്പൊ. ഓക്കെ. അതുപോലെ തന്നെ ജി ഷേപ്പ് ഉണ്ട്. ജി ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൗണ്ട് ടേബിളില് അങ്ങനെ ഇരുത്തുന്നതിനെയാണ് ജി ഷേപ്പ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മള് സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത് ആ ലാസ്റ്റ് പാരഗ്രാഫില്ലേ, അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി ആർക്ക് പറയാൻ പറ്റും? മിസ് പറഞ്ഞു തരാം. ആർക്ക് പറയാൻ പറ്റും? വേറെ നീതു. മോണ്ടിസറി മെത്തേഡില് നമ്മൾ സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് നിലത്ത് തന്നെ ഇരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കിടക്കുക, തിരിയുക, അവരുടെ ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ഇരിക്കാനായിട്ട് പറ്റും. അതുപോലെ നഴ്സറി ക്ലാസ്സുകളിൽ കൂടുതലായിട്ടും കാർപ്പറ്റ്, അതായത് മാറ്റ് പോലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാനാണ് പറയുന്നത്. അത് തന്നെ അതിന് പറയുന്നത് ഇറ്റ് ഷുഡ് ഹാവ് ടു ഫോൾഡഡ് ഓർ സ്പ്രെഡഡ് ബൈ ദ ചിൽഡ്രൻ ഇറ്റ്സെൽഫ്. അതായത് അവരുടെ സൗകര്യത്തിനനുസരിച്ച് അഥവാ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് തന്നെ അത് ഫോൾഡ് ചെയ്യാനും സ്വന്തമായിട്ട് നിർത്താനും ഒക്കെ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പ്ലാറ്റ്ഫോം ബെഞ്ചുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ പ്ലാറ്റ്ഫോം ബെഞ്ചുകൾ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇരിക്കാനായിട്ടാണ്. ക്വാർട്ടർ ബെഞ്ചുകൾ ആ ഒരു ടൈമിൽ അവർ എഴുതാനായിട്ട് യൂസ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് വരുമ്പോൾ ക്വാർട്ടർ ബെഞ്ച് ഇരിക്കാനായിട്ടും മറ്റേ ഹാഫ് ബെഞ്ച് കാൽ ബെഞ്ച് എഴുതാനായിട്ടും ക്വാർട്ടർ ബെഞ്ച് എഴുതാനായിട്ടും യൂസ് ചെയ്യും. അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുമ്പോൾ ഫുൾ ബെഞ്ച് എഴുതാൻ മാത്രമായിട്ട് യൂസ് ചെയ്യും. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നും പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഹയർ ക്ലാസ്സിലോട്ട് എത്തുന്ന സമയത്ത് ഫുൾ ബെഞ്ചുകളും ഡെസ്കുകളും ഒക്കെ അതല്ലെങ്കിൽ ലെങ്ത് ആയിട്ടുള്ള ടേബിളുകളൊക്കെയാണ് യൂസ് ചെയ്യുക.
അതുപോലെ കുട്ടികൾക്ക് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയറുകളും കാര്യങ്ങളും അതുപോലെ തന്നെ നീളമുള്ള ബെഞ്ചൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ടൈമിൽ അവരുടെ ഒരു കോർപ്പറേഷനും അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ കാര്യങ്ങള് അങ്ങനെ അവർക്ക് പരസ്പരം ഒരു സഹകരണം കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നീട് പറയുന്നത് ഇപ്പൊ മിസ് പറഞ്ഞ പോലെ യു ആകൃതിയിലും ജി ആകൃതിയിലുമുള്ള ഒരു സീറ്റിംഗ് ആണ്. ആ സീറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ സാധാരണ ഒരു ടേബിൾ സ്ക്വയർ ആണോ അല്ലെങ്കിൽ റൗണ്ട് ആണോ അതിനനുസരിച്ചിട്ട് ക്ലാസ്സിലെ കുട്ടികളെ ഫുള്ളും യു ആകൃതിയിലോ അല്ലെങ്കിൽ ജി ആകൃതിയിലോ ഒക്കെ ഇരിക്കാനായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് അവിടുത്തെ ടീച്ചർ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഒരു സ്റ്റുഡന്റിന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. 3x2 അതായത് 6 സ്ക്വയർ ഫീറ്റ്. ഓരോ വിദ്യാർത്ഥിക്കും 6 സ്ക്വയർ ഫീറ്റ് ആ ഒരു ഏരിയ ആവശ്യമായിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ പുറമെയാണ് ക്ലാസ് റൂമിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും സാധാരണ ആയിട്ട് ഒരു ക്ലാസ് റൂം പറയുമ്പോൾ 100 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും തോന്നുന്നത്. അതുപോലെ ഒരു ടീച്ചർ ആയിട്ടുള്ള ഒരാളിന് നമുക്ക് നടക്കാനും ഒരു ടീച്ചറിന് യൂസ് ചെയ്യാനുള്ളത് ഒരു 40 സ്ക്വയർ ഫീറ്റ് കണക്കാണ് പറയുന്നത്. പിന്നെ കുട്ടികൾക്കും അതുപോലെ സെയിം 40 സ്ക്വയർ ഫീറ്റ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ അവരുടെ ബുക്കുകൾ അവരുടെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് 20 സ്ക്വയർ ഫീറ്റ് സ്പേസ്. അപ്പൊ ഓരോന്നിനും വേണ്ട സ്പേസ് ആണ് അവിടെ മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നത്. നന്നായിരുന്നല്ലേ നീ ഇത് പറഞ്ഞത്? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആ സ്ട്രെസ് കൊടുത്തൊന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഓരോ വിദ്യാർത്ഥിക്കും വേണ്ടത് 3x2 = 6 സ്ക്വയർ ഫീറ്റ് ആണ് വേണ്ടത് ആവശ്യമായിട്ട് വരുന്നത് ഈച്ച് സ്റ്റുഡൻസിന്. അതുപോലെ തന്നെ അവിടുത്തെ കാൽക്കുലേഷൻ നോക്കിയേ, 100 സ്ക്വയർ ഫീറ്റ് വേണം അല്ലെ ഒരു ക്ലാസ് റൂമിന്. ഒരു ക്ലാസ്സിന് 100 സ്ക്വയർ ഫീറ്റ് വേണം. അതെങ്ങനെയാണ്? ടീച്ചറുടെ മൂവ്മെന്റ്, ടീച്ചർക്ക് ആവശ്യമായിട്ട് വരുന്നത് 40 സ്ക്വയർ ഫീറ്റും പിന്നെ കുട്ടികൾക്ക് മൂവ്മെന്റ് ചെയ്യാനായിട്ട് അല്ലെ ബെഞ്ചും കാര്യങ്ങളും അതൊക്കെ വെക്കാനായിട്ട് അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് 40 സ്ക്വയർ ഫീറ്റ്. പിന്നെ റാക്ക് അല്ല, റാക്ക് അറിയാലോ, അലമാര, അവരുടെ എല്ലാ കാര്യങ്ങളും വെക്കാനായിട്ട് ബുക്കുകളൊക്കെ നമ്മൾ വെക്കില്ലേ, അങ്ങനെ അത് റാക്കിന് വേണ്ടിയിട്ട് വരുന്നത് 20 സ്ക്വയർ ഫീറ്റ്. അങ്ങനെ ടോട്ടൽ ആണ് ഇത് 100 അല്ലെങ്കിൽ 100 സ്ക്വയർ ഫീറ്റ് ആയിട്ട് വരുന്നത്. അത്ര മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഓക്കെ ആണോ? മിസ് വായിച്ച് പറഞ്ഞോ? ക്ലിയർ അല്ലേ അത്? ഓക്കെ, ഇനി നെക്സ്റ്റ് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അല്ലെ. നമ്മള് ചെറുപ്പകാലത്തൊക്കെ ടീച്ചേഴ്സ് ഒക്കെ നമ്മളെ ഇരുത്താറുണ്ടല്ലേ. എങ്ങനെയൊക്കെയാണ് ഇരുത്താറ്? ഓർക്കുന്നുണ്ടോ? ഇരുത്താറുണ്ടല്ലേ. ഓക്കെ, ആൽഫബറ്റ് ഓർഡറിലല്ലേ, അല്ലെങ്കിൽ എന്താണ് ഹൈറ്റ് അനുസരിച്ച് ഇല്ലേ ചെയ്യാറുണ്ടല്ലേ. എന്നിട്ട് പിന്നെ എന്താണ് ഓരോ വീക്കിലും നമ്മളോട് മാറാൻ പറയും അല്ലെ. ഓരോ മൂലയിലോട്ട് അല്ലെങ്കിൽ അപ്പുറത്ത് അല്ലെങ്കിൽ ബെഞ്ച് വൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടൊക്കെ മാറാനായിട്ട് പറയും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ അറേഞ്ച് ചെയ്തിരുത്തുന്നത്? എല്ലാ കുട്ടികളും കയറി ഇറങ്ങി ഇരിക്കാം ഒന്ന്. ആ ഓക്കെ, പിന്നെ ഇതിനു വേണ്ടിയിട്ടായിരിക്കും എല്ലാവർക്കും ഒരുപോലെ ബോർഡിലേക്കും ടീച്ചറിനെയും ഒക്കെ കാണാനും വലിപ്പക്രമം അനുസരിച്ചിരുത്തിയാല് പറ്റും. പിന്നെന്താണ്? എല്ലാ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും എല്ലാ കുട്ടികളുടെ കാര്യങ്ങൾ അറിയാനായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് അല്ലേ. ഓക്കെ, പിന്നെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. 4 കാര്യങ്ങളാണ്, 4 ഓർഡേഴ്സിലാണ് കുട്ടികൾ ഇരുത്തുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി.
സബിനയുടെ വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, പറയാൻ പറ്റുമോ? ഓക്കെ മാം. പറഞ്ഞോക്കെ. അതായത് എല്ലാ പേരൻസിനും കുട്ടികളെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്തണമെന്ന് ആഗ്രഹം. പക്ഷെ അത് ആപ്ലിക്കബിൾ അല്ല. കാരണം മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഐ ഡിഫക്ട്സും ഹിയറിംഗ് ഡിഫക്റ്റും ഒക്കെ ഉള്ളവർക്ക് അത് പോസിബിൾ അല്ല. അപ്പം മെയിനായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് പ്രധാനമായിട്ടും 4 രീതിയിലാണ്. ഹൈറ്റ് ഓർഡർ അനുസരിച്ച് ഫസ്റ്റ് വൺ അത്. അപ്പൊ ഹൈറ്റ് ഓർഡർ അനുസരിച്ച് പറയുമ്പോൾ എല്ലാ ആഴ്ചയിലും അപ്പം 4 മൂലകളിൽ നിന്ന് ഓരോ മൂലകളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് പിള്ളേരെ ഇരുത്തും. ഒന്നെങ്കിൽ നീളത്തിൽ, അല്ലെങ്കിൽ കോളംസിലും റോസിലും. രണ്ടാമത്തെ ആൽഫബറ്റിക് ഓർഡറിൽ പിള്ളേരെ ആൽഫബറ്റിക് ഓർഡറിൽ ഇരുത്തും. ചില സ്കൂളുകളിൽ ആൽഫബറ്റിക് ഓർഡറിൽ ഇരുത്തും. പിന്നെ അറ്റൻഡൻസ് ഓർഡർ ഈ ആൽഫബറ്റിക് ഓർഡറിൽ അല്ല എങ്കിൽ അറ്റൻഡൻസ് ആൽഫബറ്റിക് ഓർഡറിൽ അല്ല അറ്റൻഡൻസ് എടുക്കുന്നുവെങ്കിൽ എന്നാണോ? അങ്ങനെയാണെങ്കിൽ അറ്റൻഡൻസ് ഓർഡർ ക്യാൻ ബി യൂസ്ഡ്. പിന്നെ റാങ്കിങ് മെത്തേഡ് അത് ഒട്ടും സക്സസ്ഫുൾ അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മിക്ക സ്കൂളുകളിലും ഗ്രേഡ് സംവിധാനം അല്ലേ കൊടുക്കുന്നത്. അപ്പം അതാണ് തോന്നുന്നു. ആർക്കെങ്കിലും ആർക്ക് പറയാൻ പറ്റും? സരിതാൻ എന്ന് പറഞ്ഞു നോക്കിയേ. പറഞ്ഞു നോക്കാം. സീറ്റിംഗ് അറേഞ്ച്മെന്റ് എല്ലാ ആഴ്ചകളിലും മാറ്റി ഇരുത്താം. ഹൈറ്റ് ഓർഡർ അനുസരിച്ച് ഇരുത്താണെങ്കിലും എനിക്ക് ടെക്സ്റ്റ് ഇല്ല, ഞാൻ ഇതിൽ നോക്കിയിട്ടാ പറയണേ. കിട്ടിയില്ല, ഞാൻ പഠിത്താണ് പേ ചെയ്തത്. അതാണ് വായിക്കാൻ കുറച്ച് ഇത് സൂം ചെയ്തിട്ടാവുമ്പോഴേ എത്തുന്നില്ല. പിന്നെ ആൽഫബറ്റിക് ഓർഡറിൽ കുട്ടികളെ ഇരുത്താം. അതും കോളം റോ ആയിട്ട് ഇരുത്താം. പിന്നെ ആൽഫബറ്റിക് ഓർഡറിലല്ല അറ്റൻഡൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അറ്റൻഡൻസ് ഓർഡറിലും ഇരുത്താം. പിന്നെ റാങ്കിങ് മെത്തേഡ് അത് സക്സസ്ഫുൾ അല്ല. ശരിക്ക് കാണില്ല. കുഴപ്പമില്ല. അഞ്ജു എം. അഞ്ജു എന്ന് പറഞ്ഞു നോക്കോ? ഹലോ. ഹൈറ്റ് ഓർഡറിൽ നമുക്ക് നോക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ മിനിറ്റ് മാം, എന്താപ്പോ ആഴ്ചയിൽ ഇങ്ങനെ ഒരിക്കലിങ്ങനെ സീറ്റ് ക്രമീകരണം മാറ്റണം. ഈ പറഞ്ഞ പോലെ തന്നെ എന്താപ്പോ വരികളിനോ നിരകളിനോ ഒക്കെ ഇങ്ങനെ ക്രമീകരിക്കാം. പിന്നെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ മാറ്റാം. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, ആൺകുട്ടികളെ പെൺകുട്ടികളെ അങ്ങനെ ഒരു ഇരിക്കലുണ്ടായിരുന്നു. കാരണം അത് എന്താ വെച്ചാൽ ഒരു വ്യത്യാസം ഇല്ലാതാക്കാൻ, ആണും പെണ്ണ് എന്നുള്ളൊരു വ്യത്യാസം ഇല്ലാതാക്കാൻ നമുക്ക് 2ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. പിന്നെ ഉള്ളത് അറ്റൻഡൻസ് ഓർഡറിലാക്കാം. പിന്നെ അതേപോലെ തന്നെ റാങ്കിങ് മെത്തേഡ് അത്ര വലിയ വിജയകരമല്ല. കാരണം പല സ്കൂളിലും ഗ്രേഡാണ് നോക്കുന്നത്. പിന്നെ ആർക്ക് പറയാൻ പറ്റും?
അപ്പോ നമ്മള് ഈ ഹൈറ്റ് ഓർഡർ, ആൽഫബറ്റ് ഓർഡർ, അറ്റൻഡൻസ് ഓർഡർ, റാങ്കിങ് മെത്തേഡ് ഒക്കെ നമ്മൾ കണ്ടു അല്ലെ. ഇതിനകത്ത് ഏതാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഉള്ള ഓർഡർ എന്ന് പറയാൻ പറ്റും? സക്സസ്ഫുൾ ആയിട്ടുള്ളത് ഏറ്റവും യോജിച്ച ഹൈറ്റ് ഓർഡർ ആണ് അല്ലെ. റാങ്കിങ് മെത്തേഡ് ഒക്കെ ആണെങ്കിൽ പല ഗ്രേഡ് ഇതൊക്കെയാണ്. അപ്പൊ ഗ്രേഡ് വൈസ് ഒക്കെ കുട്ടികൾ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് തന്നെ ഒരു എന്താണ് കോൺഫിഡൻസ് ലെവൽ കുറയാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ. ഗ്രേഡ് ഒക്കെ ആകുമ്പോൾ അത് മോസ്റ്റ് എന്താണ് ഏറ്റവും അനുയോജ്യമല്ലാത്തൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ അറ്റൻഡൻസ് ഓർഡർ ആയാലും ആൽഫബറ്റ് ഓർഡർ ആയാലും ഏറ്റവും യോജിച്ചതായിട്ടുള്ള ഓർഡർ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓർഡർ തന്നെയാണ് അല്ലെ. അതൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പറയുന്നത് എന്താണ്, പാരന്റ്സിന് എപ്പോഴും ഇഷ്ടം എന്താണ് നമ്മുടെ മക്കള് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പഠിക്കാനായിട്ടാണ്. പക്ഷെ എങ്ങനെയുള്ള ഐ ഡിഫക്റ്റുകൾ, പല ഹിയറിംഗ് ഇംബാലൻസ്, അങ്ങനെ പല ഡിഫക്റ്റുകളുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ. അതൊക്കെ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ടീച്ചർക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ തന്നെയാണ് അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയും അങ്ങനെയുള്ള കുട്ടികളെയൊക്കെയാണ് നമ്മൾ ആദ്യം ഇരുത്തി അവരുടെ ആ ഡിഫക്റ്റുകൾ മനസ്സിലാക്കിയിട്ട് വേണം കുഞ്ഞുങ്ങളെ ഇരുത്തി ഓർഡർ വൈസ് ഒക്കെ ആക്കിയിട്ട് നമ്മൾ ഇരുത്താനായിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. നിങ്ങളൊക്കെ ടീച്ചേഴ്സ് ആവാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കൺസിഡറേഷൻ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കണം. അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ക്ലാസ് എടുക്കാനായിട്ട്. അതുപോലെ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ക്ലാസ് നല്ല രീതിയിൽ കുട്ടികളെ കയ്യിലെടുക്കാനായിട്ടൊക്കെ ശ്രമിക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് യൂണിഫോംസ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാം. യൂണിഫോംസ്, യൂണിഫോം എങ്ങനെയൊക്കെയാണ്, ബോയ്സിന് എന്തൊക്കെയാണ്, ഗേൾസിന് എങ്ങനെയൊക്കെയാണെന്നുള്ള പ്രത്യേകതകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ യൂണിഫോം ധരിക്കേണ്ട കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ക്ലാസ്സിൽ വരുമ്പോൾ കുട്ടികളെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്, ബുക്കിന്റെ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ആ കോയിൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ 9 പോയിന്റ് വരെയുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ബാക്കി ഞാൻ പറഞ്ഞു തരാം. ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് ഇത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമാണ്. ബാക്കി ആ യൂണിഫോമിന്റെ 9 പോയിന്റ് വരെ, യൂണിഫോമിനെ കുറിച്ചുള്ളതും ആ 9 പോയിന്റ് വരെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വരാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാം, വായിച്ച് മനസ്സിലാക്കി വരാം കേട്ടോ. ഓക്കെ, ഇനി ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? ഇപ്പോ നമുക്ക് ഈ ക്ലാസ് വെച്ച് നിർത്താം നമുക്ക്. ഓക്കെ, സൈൻ ഔട്ട് ആരാ? സൈൻ ഔട്ട് ഞാൻ പറയാം. സബീന. സബീന. ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ പഠിച്ചത് യൂണിറ്റ് 6 സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമിനകത്ത് ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ് എന്നുള്ള ഭാഗമാണ്. അപ്പം അതിനകത്ത് സീറ്റ് അറേഞ്ച്മെന്റ്സ്, സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, ഇതിനെക്കുറിച്ചെല്ലാം ക്ലാസ് എടുത്തു. എല്ലാവരും ഓരോരുടെ അഭിപ്രായം പറയുകയും ചെയ്തു. പിന്നെ അടുത്ത ദിവസത്തേക്ക് ഞങ്ങൾക്കൊരു വർക്ക് തന്നിട്ടുണ്ട്. യൂണിഫോംസിനെ കുറിച്ച് വായിക്കാനും അതിൻ്റെ 9 പോയിന്റ്സിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിരിക്കാനും മാഡം പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, ഇങ്ങനെയുണ്ട്. ഇപ്പോ ഇങ്ങനെയുള്ള ക്ലാസ് എടുക്കുമ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് കൊണ്ട് പറയിപ്പിക്കുമ്പോ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനും അതിന്റെ അർത്ഥങ്ങൾ അറിയാനും കൂടുതൽ ഇന്ററാക്റ്റീവ് ആവാനായിട്ടൊക്കെ പറ്റുന്നുണ്ട് അല്ലെ? ബോറിംഗാണോ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? ഇല്ല, ഇഷ്ടായോ? ഓക്കെ, അപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ക്ലാസ് ഒക്കെ നമുക്ക് എടുക്കാം അല്ലെ? സിമ്പിൾ ആണ് പോയിന്റ്സ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിന്റെ ഫസ്റ്റ് ഭാഗല്ലേ ഇപ്പൊ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇന്ന് എടുത്തതിന്റെ തൊട്ട് മുന്നേ ഇതിന്റെ ഫസ്റ്റ് ഭാഗം ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് തരുമോ? സ്ക്രീൻഷോട്ട് എടുക്കാനോ? അടുത്ത്
ഓക്കെ. ഓക്കെ. ഉം. ഇന്ന് എടുത്തത് ആ ആ ചെയ്യണോ ചെയ്യണോ? ആ മതി മതി. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇങ്ങനത്തെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? സിമ്പിൾ അല്ലേ? ഓക്കെ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.